പുള്ളിക്ക് ഒരു പ്രശ്നമല്ല. നമ്മുടെ 4 മത്സരാർത്ഥികൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. കേറി വരുന്ന വരം ഇൻസർട്ട് ഒക്കെ ചെയ്തേക്കുന്ന കണ്ടോ? പഴംപൊരിക്ക് റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചേക്കുന്നവരുണ്ട്. ഇവിടെ നിന്ന് പേര് പറ. മഞ്ജിത്, റോയ്, ജോൺസൺ, ജെയിംസ്. 2 കണ്ണാടിക്കാരും 3 കണ്ണാടി ഇല്ലാത്തവരും തമ്മിലുള്ള മത്സരം. ഒരു മുടി പഠിച്ച ആളും 3 മുടിയുള്ള ആൾക്കാർ തമ്മിലുള്ള മത്സരം. 2 ഇൻഷർട്ടും 1 ടീഷർട്ടും തമ്മിലുള്ള മത്സരം. വളരെ ഫുൾ കൈ ഷർട്ടും ഹാഫ് കൈ ഷർട്ടും തമ്മിലുള്ള മത്സരമൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മത്സരമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ലാലേട്ടനെ ഡാൻസ് കളിച്ച് പദം വരുത്തിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി പ്രിയദർശനും എംജിനും കൂടെ ഒരു പണി കൊടുത്തു. മിന്നാരം എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഗംഭീര പാട്ട്, ഒരു കൊല്ലം പൊന്നും പോകുന്നു തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ട് ഇവർ ഇവിടെ പാടും. അവരവിടെ പാടിക്കൊണ്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട. ഈ പ്രദേശം ലക്ഷ്യമാക്കിയിട്ട് നിങ്ങളെല്ലാം മോഹൻലാലായിട്ട് ഡാൻസ് കളിക്കണം. നമ്മൾ ഓക്കൻ ഹാമയിലെ ഏറ്റവും നല്ല മോഹൻലാലിനെ കണ്ടുപിടിക്കുന്ന ഒരു മത്സരമാണ് ഇവിടെ നടത്താൻ പോകുന്നത്. മോഹൻലാൽ കോമ്പറ്റീഷൻ ആണ്. റെഡി ആണല്ലോ? ആയിക്കോട്ടെ, തുടങ്ങിക്കോളൂ.
ആ പോലെ പോലെ ഗംഭീരമായിരുന്നു, ഉഗ്രൻ ഡാൻസ് ആയിരുന്നു. ആദ്യം ഒരു കാര്യം പറഞ്ഞോട്ടെ, ഫുൾ ടൈം മോഹൻലാൽ മെയിൻറ്റെയിൻ ചെയ്തത് അങ്കിള് മാത്രമേ ഉള്ളൂ. സത്യമാണ്. ബാക്കി പല ഡാൻസ് ഇടയ്ക്ക് മോഹൻലാൽ മത്സരം മാറി ഇദ്ദേഹമൊക്കെ ജയഭാരതി ഒക്കെ ആയി. ഞാൻ അതെല്ലാം കാണുന്നുണ്ടായിരുന്നു, കാണാൻ പറ്റിയായിരുന്നു. അപ്പോ പക്ഷെ ഡാൻസ് എനർജി ലോസ് ചെയ്ത് കളിച്ചുകൊണ്ടിരുന്നത് ജൂനിയർ മണ്ഡലക്ക് തന്നെയാണ്. അപ്പൊ നമ്മള് ഏകാണ്ടമായിട്ട് നമുക്ക് അദ്ദേഹത്തിന് സമ്മാനം പ്രഖ്യാപിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിരുണ്ടോ? ആരാ എന്നാ അത് ചീത്തൊക്കെ വിളിക്കാം, ഒരു പ്രശ്നമല്ലേ കിട്ടിയേക്കുന്നത്. അപ്പൊ ഒരു കാര്യം നമ്മള് നമുക്ക് ഓക്ലഹോമയിലെ മോഹൻലാലേ ശരി, മാൻഡ്രേക്കിന് ആരാണ് സമ്മാനം സ്പോൺസർ ചെയ്യാൻ പോകുന്നത്? ആര് ചെയ്യാനൊക്കെ ആരും മിണ്ടുന്നില്ല, എല്ലാരും എന്റെ മൊബൈലൊക്കെ എടുത്തോണ്ടിരുന്നല്ലേ. ശരി, ആര് ചെയ്യും? ഇല്ല 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 ഇല്ല, നിങ്ങൾ മത്സരാർത്ഥിയാണ്, അത് ചെയ്യാൻ പാടില്ല. അത് ചെയ്യാം, അത് പ്രോത്സാഹന സമ്മാനം. ഞാൻ ഒരാളെ വിളിക്കട്ടെ. ഒരു കാര്യം ആദ്യം പറഞ്ഞില്ലേ, ഒരു ചായ വാങ്ങിച്ചേർന്നില്ല, പിന്നാണ് ഇനി. ഈ ചേട്ടൻ തന്നെ ആയിക്കോട്ടെ, ഈ ചാര കളറിൽ വെള്ളം തുന്നിക്കൊഴിച്ച് ഒരു ഷർട്ട് കേട്ട് നിങ്ങളോ കണ്ടാൽ തന്നെ ഒരു പണക്കാരന്റെ ലുക്കുണ്ട്. പണക്കാരൻ കണ്ടോ? എനിക്ക് പണക്കാരെ കണ്ടറിയാം. വാ കേറി വരും. കണ്ടോ പിഷാരടി എത്ര കൃത്യമായിട്ട് പണക്കാരനെ പിടിക്കുന്നു. ഒരു മോഹൻലാലായിട്ട് വരും. മ്യൂസിക് ഒന്ന് വായിച്ചേ, പുള്ളി മോഹൻലാലിനെ പോലെ വരട്ടെ. ഓ, ഞാൻ നാട്ടിൽ ചൈനീസ് മുട്ടയെ കൊണ്ടാ പ്രശ്നം. ഇവിടെ ഒരു രക്ഷയില്ല, മൊത്തം പ്രൈസ് കൊണ്ടുകൊണ്ട്. അപ്പോഴേ എത്ര രൂപ സമ്മാനം കൊടുക്കാൻ പറ്റും? 20? ഇല്ലേ, ഒരു 50 എത്ര ഡോളർ? $50. $50 ഞാൻ പ്രഖ്യാപിക്കും. $50 കൊടുക്കും. എടുത്തു മറന്നുപോയി കൊണ്ടുവരാൻ. പിഷാരുടെ പോലെ തന്നെ പേഴ്സ് എടുത്തില്ല. ചേട്ടാ പോകലുണ്ട് ചേട്ടാ, എനിക്കറിയാം. എന്തായാലും പൈസ ഉണ്ട്, അത് പേഴ്സല്ലേ കിടക്കണത്. എടുക്കേട്ടാ, അതിനകത്ത് പൈസ ഉണ്ട്, എനിക്കറിയാം. അത് ഞാൻ എടുത്ത പ്രശ്നമാവും. ആദ്യം ഇത് പറ, പേഴ്സ് $50 ഇപ്പൊ കയ്യിലില്ലേ? ഒന്ന് എടുത്ത് നോക്കണ്ടാവും. അല്ല കേട്ടോ, എടുക്കുന്നുണ്ട്. എനിക്കറിയാം ഇത് കയ്യിൽ വെച്ചോണ്ടുള്ള പരിപാടി എന്നുള്ളത്. അത് നോക്കട്ടെ, ഒരു സെക്കൻഡ്. എത്ര? 100 ആയിരിക്കും, കുഴപ്പമില്ല. ഇല്ല, ചിലരുണ്ടെ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാം. ഇല്ല 100 കൊടുത്താലും കൊണ്ട് സ്വീകരിക്കും. ചെറിയ പേഴ്സാ. ശരി, ഉള്ളതെടുക്കും. 20 എടുക്കും. 20 ഒരു 20 കൂടി ഉണ്ട് അതിനകത്ത്. ഞാൻ കണ്ടു. ചേട്ടാ $40 സമ്മാനം മേടിക്കും. എല്ലാവരും നല്ലൊരു കൈയ്യടി കൊടുക്കുക. കെന്നി ചേട്ടൻ നമ്മുടെ വിജയ്ക്ക് സമ്മാനം കൊടുക്കുകയാണ്. $40, $10 പിന്നെ തരുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച് ഫോർ കോപ്പറേറ്റിംഗ്. താങ്ക് യു വെരി മച്ച്. പിഷാരടിക്ക് $1 സ്റ്റോറി പോകാനുള്ള ചെലവ് എനിക്ക് വേണ്ട. നിങ്ങളുടെ നല്ല മനസ്സിന് ഞാൻ നന്ദി. ഇത് നിങ്ങൾ കൊണ്ടുപോകും. എനിക്ക് വേണ്ട, പ്ലീസ് വേണ്ട. താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ നല്ല മനസ്സിന് പിന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ സ്റ്റേജിന് വെളിയിൽ കൊടുത്താൽ മതി, ധൈര്യമായിട്ട് വാങ്ങിച്ചു. ഭാഗ്യം കാശുണ്ടായത്. കാർഡെങ്ങാനാണ് എടുത്തിട്ട് വായ ഒരിക്കേണ്ടി വന്നേ. കോട്ടെ, നിങ്ങളുടെ നല്ല മനസ്സിന് $100 പിന്നെ കൊടുത്തവർക്ക് തന്നത്. വാ, എന്താ ചേച്ചി ഇവിടെ ഉണ്ടാകുന്ന പറഞ്ഞ് ഞങ്ങൾ മൈക്കൊന്നും കൊണ്ടുവരത്തില്ലായിരുന്നു. എന്നാ ശബ്ദം ഒരിക്കലും ജന്മന 2000 പഠിച്ച് സൗണ്ടും വെച്ച് വിട്ടേക്കും. അറിയോ?